ഇന്നത്തെ പരാജയം നാളത്തെ വിജയമാക്കിയെടുക്കാൻ എനിക്ക് കഴിയും. അതിനൊരു സംശയവും വേണ്ട. ഈ പരാജയം നീ അറിഞ്ഞോണ്ട് ഏറ്റുവാങ്ങിയതാ. അന്നേ ഞാൻ നിന്നോട് പറഞ്ഞതാ അഖിലെ അങ്ങ് തീർത്തു കളയാൻ. എന്നിട്ട് എന്തായി? ആരെങ്കിലും കേട്ടോ? അന്ന് അതിനെ ഏറ്റവും കൂടുതൽ എതിർത്തത് ഇപ്പൊ അകത്തേക്ക് കയറിപ്പോയ രാജരാജേശ്വരി. അന്ന് എന്റെ വാക്കുകൾ മുഖവിരക്കെടുക്കാതെ നീ ആ രാജരാജേശ്വരി പറയുന്നത് കേട്ടു. അവര് പറയുന്ന വാക്കുകൾ കേൾക്കേണ്ട കാര്യം നമുക്കെന്താ? നമ്മൾ നമ്മുടെ ലക്ഷ്യം നടപ്പാക്കാനാണ് ശ്രമിക്കേണ്ടത്. അന്ന് അത് തന്നെയായിരുന്നു ശരി. മാത്രമല്ല, രാജരാജേശ്വരി ആന്റിയുടെ വാക്കുകൾ വെറും വാക്കുകളല്ല. നമ്മൾ അണിയറയിലും ആന്റി അരങ്ങിലുമായിരുന്നു. ആ തിരക്കഥയൊരുക്കിയത് നീ തന്നെയാണെന്നുള്ള കാര്യം മറക്കരുതായിരുന്നു. ഇപ്പൊ എന്തായി? അഖില അകത്തും രാജരാജേശ്വരി പുറത്തും. ഇനി ഈ വിവരങ്ങളെല്ലാം അറിയുമ്പോ ആനന്ദും അരവിന്ദും ഒക്കെ അടങ്ങിയിരിക്കുവോ? എന്തൊക്കെയാ ഇനി വരാൻ പോകുന്നെന്ന് കണ്ടറിയണം. എനിക്കിപ്പോ തോന്നുന്നത് അവര് തമ്മിലുള്ള പക തീർക്കാൻ രാജരാജേശ്വരി നമ്മളെ കരുവാക്കുകയായിരുന്നു എന്നാ. ഗംഗെ, നീയും ഞാനും കാണിച്ചതിനേക്കാൾ ധൈര്യത്തിലും മനസ്സുറപ്പിലും തൃച്ചംബരത്ത് നിന്നവളാണ് ഈ രാജരാജേശ്വരി. ഈ നിമിഷം വരെ ഒരാൾക്ക് പോലും സംശയം കൊടുക്കാതെയാണ് ആന്റിയുടെ ഈ വരവ്. അതുകൊണ്ട് തന്നെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വീണ്ടും തൃച്ചംബരത്തേക്ക് തന്നെ മടങ്ങിപ്പോകാനുള്ള കരളുറപ്പുണ്ട് രാജരാജേശ്വരിക്ക്. അത് നീ മറക്കണ്ട. എന്ത് പറഞ്ഞാലും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ കഥ കഴിക്കാനുള്ള സുവർണ അവസരം നീ പാഴാക്കി കളഞ്ഞത്. അങ്ങനെ എനിക്കതിനെ കാണാൻ കഴിയും. മാത്രമല്ല, ഇനി തൃച്ചംബരത്തേക്ക് കയറി പറ്റുക എന്നുള്ളത് അസാധ്യവുമാണ്. എല്ലാം ഒരുക്കി വെച്ചിട്ട് ഒടുവിൽ കലം തല്ലി പൊട്ടിച്ചു എന്ന് പറഞ്ഞതുപോലെയായി. പ്രിയങ്കേ, ഗംഗ പറഞ്ഞത് പൂർണ്ണമായും തള്ളിക്കളയാൻ പറ്റില്ല. അഖിലാണ്ടേശ്വരി തൃച്ചംബരത്തായ സ്ഥിതിക്ക് ഇനി രാജരാജേശ്വരിക്ക് തൃച്ചംബരം വീട് ഒരു ബാലികേറാമല തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇനി രാജരാജേശ്വരി നമുക്കൊരധികപ്പറ്റാവുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കുഴപ്പമൊന്നുമില്ലല്ലോ? ക്ഷീണം മാറിയില്ലേ മോനെ? നന്ദന, ക്ഷീണം മാറിയോ അമ്മേ? മാറി. സത്യത്തിൽ എന്താ ആന്റി സംഭവിച്ചത്? അത് ശബ്ദം കേട്ട് ഞങ്ങളെല്ലാവരും ഹാളിലെത്തിയപ്പോ അമ്മ ബോധം കെട്ട് കിടക്കുകയായിരുന്നു. എനിക്ക് തല കറങ്ങുന്ന പോലെ തോന്നി, വീഴുകയായിരുന്നു. അത് മുൻകൂട്ടി കണ്ടിട്ടാണോ ഡോക്ടറോട് വരാൻ പറഞ്ഞത്? അമ്മേ, അമ്മയ്ക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയി ഒരു ഫുൾ ചെക്കപ്പ് നടത്തിയാലോ? ആനന്ദ് പറയുന്നത് ശരിയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിലേക്ക് ഒന്ന് പോവാം. അതൊന്നും വേണ്ട കൃഷ്ണേട്ടാ, എനിക്കങ്ങനെ ക്ഷീണമൊന്നുമില്ല. നന്ദന, ഗൈനക്കോളജിസ്റ്റിനെ നീ കൃത്യമായിട്ട് കാണുന്നുണ്ടല്ലോ. അതെന്താ ആന്റി അങ്ങനെ ചോദിച്ചത്? കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരുമിച്ചല്ലേ ഡോക്ടറെ കാണാൻ പോയത്? ശരിയാ, എങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കണം. ശരി ആന്റി. എക്സ്ക്യൂസ് മീ. ഹലോ. എനിക്ക് പേടിയാവുന്നു കുഞ്ഞെ, അഖില മേഡത്തിന്റെ മുന്നിൽ ചെല്ലുമ്പോ. അപ്പോ ഇതുവരെ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരിയെ നേരിട്ട് കണ്ടില്ല അല്ലേ? ഇല്ല, അഖില മേഡത്തിന്റെ ഷെൽഫിൽ നിറതോക്കുണ്ട്. അത്
കുറുപ്പേട്ടൻ പേടിക്കുന്നത് പോലെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. എന്നാലും ഞാനായിരുന്നു മുറിയിൽ കെട്ടിയിട്ടതും വലിച്ചിഴച്ച്. അതൊക്കെ മറന്നേക്ക്. അഖിലാണ്ടേശ്വരിയോട് പഴയതുപോലെ വിനീതദാസനായിട്ട് പെരുമാറുക. കുറുപ്പേട്ടൻ ഒന്നും അറിഞ്ഞിട്ടില്ല, ഒന്നും. ദേ, കുറുപ്പേട്ടന്റെ പരിഭ്രമം ചിലപ്പോ അപകടത്തിലേക്ക് വഴിതെളിച്ചെന്ന് വരും. അതുകൊണ്ട് ഭയം വേണ്ട. ശരി കുഞ്ഞേ. കുറുപ്പേ. സാർ, എന്താ കുറുപ്പേ അത് രാവിലെ ഫോണിൽ ആരായിരുന്നു? അത് വീട്ടിൽ നിന്ന്. കുറുപ്പിനെ അഖില വിളിക്കുന്നു. ചെല്ല്, അഖില മുറിയിലുണ്ട്. ശരി സാർ. അച്ഛനിങ്ങോട്ട് വരട്ടെ എന്ന് ചോദിച്ചു. വേണ്ടെന്നാ പറഞ്ഞേ. അത് നന്നായി. അല്ല ബ്രോ, ഏതോ മരുന്നകത്ത് നിന്നിട്ടാണ് സംഭവിച്ചെന്ന് ഡോക്ടർ പറഞ്ഞില്ലേ? ഇനി കല്യാണി എങ്ങാനും നോ, അവളത് ചെയ്യില്ല അരവിന്ദ്, ഒരിക്കലും ചെയ്യില്ല. അല്ല, ഞാൻ വെറുതെ ചിന്തിച്ചെന്നേ ഉള്ളൂ. എന്റെ കുഞ്ഞിനെ പ്രസവിക്കണമെന്നും അങ്ങനെ ഒരു അമ്മയാവണമെന്നും അവൾ ഒരുപാട് ആഗ്രഹിച്ചതാ. അവളുടെ ജീവിത സ്വപ്നമായിരുന്നു. ആ സ്വപ്നമായിരുന്നു ആരൊക്കെയോ തകർത്ത് കളഞ്ഞത്. ബ്രോ, ആരൊക്കെ തകർത്ത് കളഞ്ഞെന്നോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ബ്രോ, എന്താ പറഞ്ഞു വരുന്നത്? ഒരു വേലി ചെമ്പരത്തി വാടി വീഴും പോലെ നശിപ്പിച്ചു കളഞ്ഞില്ലേ അവളുടെ പ്രതീക്ഷകൾ. ബ്രോ, ആരും ഉദ്ദേശം വെച്ചിട്ടാണല്ലോ സംസാരിക്കുന്നത്? വെളുത്ത് കാണുന്നതെല്ലാം പാലാണെന്ന് വിശ്വസിക്കരുത് അരവിന്ദ്. നമ്മൾ ദൈനംദിനം കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇനിയും നാം തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. നമ്മളോട് ആദരവ് കാണിക്കുന്നവർ, നമ്മളോട് ആത്മാർത്ഥത കാണിക്കുന്നവർ ദാഹം മാറ്റാൻ കുടിക്കുന്ന പച്ചവെള്ളത്തെ പോലും വിശ്വസിക്കരുത്. കൺമുന്നിൽ വന്ന് നിന്ന് ചിരിക്കും, കാണാതെ വന്ന് കഴുത്ത് ഞെരിക്കും. വിചിത്ര മനുഷ്യർ. മൃഗങ്ങൾ എത്രയോ ഭേദമാ. എനിക്ക് പകരം ഇവിടെ വ്യവഹാരം നടത്തിയവളെ എന്റെ ദൈവങ്ങൾ എന്റെ മുന്നിൽ കൊണ്ടുവന്നു തരണം. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ ദുഷ്ടശക്തികളെയും എന്റെ മുന്നിൽ എത്തിച്ചു തരണം. അവളെ സംഹരിച്ചു കളയാനുള്ള ശക്തി നിങ്ങൾ എനിക്ക് പകർന്നു തരണം. നാരായണ. എന്റെ ഈ തറവാടിനകത്തുള്ള വിഷവിത്തുക്കളെയും പുറത്തുള്ള ശത്രുക്കളെയും നശിപ്പിക്കുവാനുള്ള കരുത്ത് എന്റെ ദൈവങ്ങളെ നിങ്ങൾ എനിക്ക് പകർന്നു തരണേ. വെറും വ്യക്തിവൈരാഗ്യം വച്ച് എന്നെ അപമാനിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്ത എല്ലാവരോടും പ്രതികാരം വീട്ടാനുള്ള അവസരം അങ്ങനെക്ക് ഒരുക്കി തരണം. എന്റെ ദേവന്മാരെ, ചരാചര ശക്തികളെ, എന്നെ അനുഗ്രഹിക്കണേ. ഇനി ചരടെന്നല്ല, എന്തുകൊണ്ട് കെട്ടിയാലും കല്യാണിയുടെ ശനിദശയൊന്നും മാറാൻ പോകുന്നില്ല. അവക്ക് 7.5 ശനിയല്ല, കണ്ടക ശനിയാ. കണ്ടക ശനി കൊണ്ടേ പോകും. ദൈവങ്ങൾ പോലും ഇപ്പൊ അവൾക്കെതിരെ തിരിഞ്ഞോണ്ടിരിക്കുക. അതുകൊണ്ടല്ലേ ക്ഷേത്രത്തില് ബോധം കെട്ട് വീണത്. വിലാസിനെ, അയ്യോ,
എന്തോ നിനക്ക് വേണ്ടി ഞാൻ ജപിച്ചോണ്ട് വരുന്നുണ്ട്. ചരടല്ല, കാരിരുമ്പ് കൊണ്ടൊരു ചങ്ങല. അത് കയ്യിലല്ല, നിന്റെ കഴുത്തിലിട്ട് ഞാൻ കിട്ടും. എന്റെ ചേച്ചി, ഞാൻ പറഞ്ഞത് സത്യ. കല്യാണിയെ പോലെ തന്നെ ചേച്ചിക്ക് ഇപ്പൊ ദോഷ സമയമാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇന്നലെ വരെ ഒരു സ്വഭാവം, ഇന്ന് വേറെ സ്വഭാവം. അന്ന് എന്റെ നെറ്റിയില് തോക്ക് ചൂണ്ടിയപ്പോഴേ എനിക്ക് തോന്നിയതാ എന്തോ കുഴപ്പമുണ്ടെന്ന്. അതെ, എനിക്ക് ദോഷവും കുഴപ്പമുള്ളത് കൊണ്ടല്ല, നിന്റെ സമയദോഷം കൊണ്ടാ. അപ്പൊ ഇവിടെ നടന്ന ഈ കള്ളക്കളിയിൽ ഇവൾക്ക് പങ്കില്ല. ഇവരെ മേലോട്ട് ഒഴിയാൻ വയ്യ, താഴോട്ട് ഒഴിയാൻ വയ്യ. സ്നേഹിച്ചാ നക്കിക്കൊല്ലും, വെറുതെ കുത്തിക്കൊല്ലും. എന്തൊരു സ്വഭാവ. അച്ഛനിത് എങ്ങോട്ടാ? കല്യാണി ഒന്ന് കാണണം. അവൾ ഉറങ്ങി. സാരമില്ല, ഞാൻ വിളിച്ചുണർത്തി കണ്ടോളാം. അച്ഛാ വേണ്ട, അവൾ ഉറങ്ങട്ടെ. എന്താ, എനിക്ക് എന്റെ മരുമകളെ കാണാനുള്ള അവകാശമില്ലേ? ആനന്ദ്, നീ എന്താ എങ്ങനെ അന്യനോട് സംസാരിക്കുന്നത്? നിനക്കെന്തു പറ്റി? പറ്റിയതൊക്കെ അങ്ങനെ തന്നെ നിൽക്കട്ടെ. ഇനി പറ്റാതിരിക്കാനുള്ള വഴിയാ നോക്കുന്നത്. ആനന്ദ്, എന്തുണ്ടായി? എന്നോട് തെളിച്ചു പറ. എന്താ, അഖിലോട് വീണ്ടും വഴക്കിട്ടോ? ഇല്ല. പിന്നെന്താ കാര്യം? ആനന്ദ്, നീ എന്തൊക്കെയോ മനസ്സിലടക്കി വെച്ച് ശരിക്കും അന്യനോടൊന്നു പോലെ എന്നോട് സംസാരിക്കുന്നത്. കാര്യം എന്താണെന്ന് വെച്ചാ തുറന്നു പറ, ഞാനത് അറിയണ്ടേ? കാര്യം തുറന്നു പറ. പ്രായമായതുകൊണ്ടായിരിക്കാം മൗനത്തിന്റെ ഭാഷയൊക്കെ മനസ്സിലാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടു പോയി അച്ഛന്. അച്ഛന് മാത്രമല്ല, ആ ശേഷി എനിക്കും ഇല്ലാതായിപ്പോയി. അതാ ഇന്ന് ഞാൻ അനുഭവിക്കുന്നതൊക്കെ. എന്താ മോനെ, നീ എന്താണെന്ന് വെച്ചാൽ എന്നോട് തുറന്നു പറയേ. ഒരു വിശദീകരണത്തിന് ഞാനില്ല. അതുകൊണ്ട് ഫലം ഉണ്ടാവുന്ന വിശ്വാസം എനിക്കില്ല. എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ എല്ലാം മനസ്സിന്റെ മതിലിന് പുറത്താ കുറെ കാലമായിട്ട്. നീ എന്താ പറഞ്ഞത്? ഞാൻ എന്റെ മനസ്സിനകത്ത് നിന്നെ പ്രവേശിപ്പിക്കാനും പടിയിറക്കി വിടാനും ഒരു മതിൽ കെട്ടിയിട്ടുണ്ടെന്നോ? നീ തന്നെ അത് പറയണം. ഹൃദയത്തിൽ സ്നേഹവും വാക്കുകൾ സത്യവും മനസ്സിൽ ആത്മാർത്ഥതയുണ്ടെങ്കിലേ എല്ലാ ബന്ധവും നിലനിൽക്കും. അത് സ്നേഹബന്ധമാണെങ്കിലും രക്തബന്ധമാണെങ്കിലും. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ് ഞാനെന്നാണ് എന്റെ വിശ്വാസം. നീ ഒരു കാര്യം ഓർക്കണം, അന്ന് നീ തൃച്ചംബരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ എന്റെ കണ്ണുകളിൽ നിന്ന് അകലരുതെന്ന് കരുതി നിന്നോട് കേണപേക്ഷിച്ച് നിന്നെ ഔട്ട് ഹൗസിൽ തന്നെ താമസിപ്പിച്ച അച്ഛനാണ് ഞാൻ. നീ എന്തു വായിക്കോ, എന്തായാലും ഈ അച്ഛന്റെ പുത്രശാപം നിനക്കുണ്ടാവില്ല. പക്ഷേ ഏത് കാരണം കൊണ്ടായാലും ഈ അച്ഛന്റെ മനസ്സിനെ നീ വേദനിപ്പിക്കരുത്. ആ വേദന നിനക്ക് മനസ്സിലാവണമെങ്കിൽ എന്റെ സ്ഥാനത്ത് നീയും നിന്റെ സ്ഥാനത്ത് നിനക്ക് ജനിക്കുന്ന മകന് നിൽക്കണം. ഇനി അതിന് അധിക നാളൊന്നും കാക്കണ്ടല്ലോ. ഈ തൃച്ചംബരത്ത് ആകെ മുഖംമൂടി അണിഞ്ഞവരാ. നിന്റെ താവളത്തിലേക്ക് എന്നെ കൊണ്ടുപോകുമ്പോ ഞാൻ അബോധാവസ്ഥയിലായിരുന്നു. പക്ഷെ ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടുമ്പോ ഓടിയും നടന്നും കിതച്ചുമൊക്കെ ഇവിടെ എത്തിയത് അങ്ങോട്ടേക്കുള്ള ആ വഴി മനസ്സിൽ ഉറപ്പിക്കാനായിരുന്നു. പറഞ്ഞേക്കവളോട്, അവളുടെ വിധി ഞാനെന്ന ജഡ്ജ് ഇവിടെ ഇരുന്ന് എഴുതി പൂർത്തിയാക്കാണെന്ന്. ആ വിധി ഞാൻ തന്നെ പ്രസ്താവിച്ച് എഴുതിയ പേനയുടെ നിബും കുത്തിയൊടിച്ച് അങ്ങോട്ടേക്ക് വരുമെന്ന്. മരണശിക്ഷ വിധിച്ചാൽ
പേനയുടെ നിബ് കുത്തിയൊടിച്ച് കളയും ജഡ്ജി. ഒന്നുകൂടി അവളോട് പറഞ്ഞേക്ക്, ഏത് നിമിഷവും എന്റെ നിറത്തോക്ക് അവളുടെ തിരുനെറ്റിക്ക് നേരെ ഉയർത്തി ഞാനിവിടെ ഉണ്ടാവുമെന്ന്. അന്ത്യാഭിലാഷം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂടി പൂർത്തിയാക്കി അവിടെ കാത്തിരിക്കാൻ പറഞ്ഞേക്ക്. വരും, ഞാൻ വന്നിരിക്കും. ഹലോ, അഖില എന്തു പറഞ്ഞു? എന്താ പ്രിയങ്കേ നീ ഇങ്ങനെ നിൽക്കുന്നത്? എന്തിനാ ടെൻഷനാവുന്നത്? ഓ, ഇത് ഞാനും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും തമ്മിലുള്ള കണക്ക് തീർക്കലാണല്ലോ. അവളെ എനിക്കിവിടെ, അവളുടെ ജീവൻ എനിക്ക് വേണം. കുറച്ച് നാളായല്ലോ നിങ്ങളിത് തുടങ്ങിയിട്ട്. നിങ്ങളും തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയും തമ്മിലുള്ള പ്രശ്നം നിങ്ങൾ തീർത്തോണം. അതിന് ഞങ്ങളെ കരുവാക്കരുത്, പറഞ്ഞേക്കാം. മിണ്ടിപ്പോരുതും. ആന്റി, നീയൊക്കെ കാലങ്ങളായിട്ട് തുടങ്ങിയതാണല്ലോ അഖിലയോടുള്ള ഈ അംഗം. എന്നിട്ട് അഖിലയുടെ നേരെ ഒരു ചെറു വിരലെങ്കിലും അനക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? നിന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാ ഞാനിപ്പോ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് എന്റെ പ്രവൃത്തികളെ വിമർശിക്കാമെന്ന അടിച്ച പല്ലുകൊടിക്കും ഞാൻ, പറഞ്ഞേക്കാം. പ്രിയങ്കെ, ഇവരുടെ ഈ അഹങ്കാരം ഞാൻ സഹിക്കില്ല. ഇത് നമുക്ക് നല്ലതിനല്ല. ഇവരെ സൂക്ഷിക്കണം. നമ്മുടെ ലക്ഷ്യങ്ങൾ ഇവർക്ക് ഉപകാരമല്ല, എന്ന് ഉപദ്രവമായിരിക്കും. ഇവരെ ഒന്നും ചുമക്കേണ്ട കാര്യം നമുക്കില്ല. നിന്നെപ്പ ഞാൻ എന്താടി പറഞ്ഞേ? എന്താടി വിടില്ല നിന്നെ ഞാൻ. സ്റ്റോപ്പ് ഇറ്റ്. മാഡം, എന്താ ഇത്? ചോദിച്ചത് കേട്ടില്ലേ? എന്താ ഇതെന്ന്? കോഫിയാ. എനിക്കെന്തിനാ കോഫി? ഞാൻ നിന്നോട് കോഫി ചോദിച്ചോ? അഥവാ എനിക്കൊരു കോഫി വേണമെങ്കിൽ തന്നെ അത് കൊണ്ടുവന്നു തരാൻ വേറെ വേലക്കാരികളെ ഞാൻ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അതിന് നിന്റെ സഹായമൊന്നും എനിക്ക് ആവശ്യമില്ല. അല്ല മാഡം, ഞാൻ സുഖമില്ലാതിരിക്കുന്ന നീ എനിക്കെന്തിന് കോഫി കൊണ്ടുവരണം? ഓ, സുഖമില്ലാത്ത അവസ്ഥയിലും ഞാൻ മാഡത്തെ സേവനം ചെയ്തവളല്ലേ എന്ന് വരുത്തി തീർത്ത് മറ്റുള്ളവരെ കാണിക്കാനോ? മാഡം, ഞാൻ അതിനൊന്നുമല്ല. എന്തിനായാലും എനിക്ക് ഞാൻ നിയമിക്കാത്ത ഒരു അടുക്കളക്കാരിയെയും ആവശ്യമില്ല. ഈ വർഗത്തെ കൊണ്ട് ഞാൻ കുറെ അനുഭവിച്ചതാ. ഞാനതൊക്കെ അങ്ങ് നിർത്തി. ത്യാഗിയാണെന്ന് കാണിച്ച് തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരിയുടെ പ്രീതി സമ്പാദിക്കാൻ നടക്കുന്നു. എന്റെ മുന്നിൽ ഒരു നല്ല പിള്ള ചമയൻ. കല്യാണി അഖില മാഡം. കല്യാണി അഖില മാഡം? ഓ, എന്താന്ന് വെച്ചാ ഒന്ന് തെളിച്ച് പറയടി. കല്യാണിയോട് അഖില മാഡം ദേഷ്യപ്പെട്ടു. ഓ, ഹോ, ഹോ, ഹോ. നീ എന്താ വിചാരിച്ചേ? ചേച്ചി നിന്നെ ഇവിടെ വിളിച്ചോണ്ട് വന്നത് റാണിയായി വാഴിക്കാനെന്ന് വിചാരിച്ചോ? എടി, മൂഷിക സ്ത്രീയെ വീണ്ടും മൂഷിക സ്ത്രീയാക്കി മാറ്റാനാ നിന്നെ ഇങ്ങോട്ട് വീണ്ടും കെട്ടി എഴുന്നള്ളിച്ചത്. ഇത് നിന്റെ വീഥി. ഹാ, കൊതിച്ചതൊന്ന്, വിധിച്ചത് മറ്റൊന്ന്. ആ, ഇനിയും നീ അറിയാത്ത ചില രഹസ്യങ്ങളുണ്ട്. കേൾക്കണോ നിനക്ക്?
പറയാം. പക്ഷേ അത് കേട്ടിട്ട് തളർന്ന് തലയടിച്ച് താഴെ വീഴരുത്. നിന്റെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, അത് മറക്കണ്ട. ആ, എന്നെ ശ്രദ്ധിച്ച് കേട്ടോ. ഈ വീട്ടില് നീ മാത്രം അറിയാതെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു രഹസ്യമുണ്ട്. ആ, അതിനെ രഹസ്യമെന്ന് വിളിക്കണോ തെളിവെന്ന് വിളിക്കണോന്നൊന്നും എനിക്കറിഞ്ഞൂടാ. പക്ഷെ എന്നാലും പറയാം. മക്കളെ ജീവനെ പോലെ സ്നേഹിച്ചിരുന്ന നിന്റെ അച്ഛനുണ്ടല്ലോ, ദാസേട്ടൻ. ആ ദാസേട്ടൻ മരിച്ച സ്ഥലത്ത് നിന്ന് പോലീസിന് CCTV ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ കയ്യിലുള്ള CCTV ദൃശ്യങ്ങളിൽ ദാസേട്ടൻ മരിക്കുന്ന സ്ഥലത്ത് അതേ സമയത്ത് തൃച്ചംബരത്തുള്ള ഒരാൾ കൂടി ഉണ്ടായിരുന്നു ദൃക്സാക്ഷിയായി. തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി എന്ന എന്റെ അമ്മയോട് അവരുടെ ഒരു വളർത്തുമൃഗമായിരുന്ന മകൻ സംസാരിക്കുന്ന അവസാന വാക്കുകളായിരിക്കും ഒരുപക്ഷെ ഇത്. അമ്മ എന്നൊരു വലിയ സ്നേഹസങ്കല്പം എന്നും മനസ്സിലുണ്ടാവും. പക്ഷേ ആ സങ്കല്പം വെച്ച് ഞാൻ എന്റെ അമ്മയെ കാണാൻ ഒരിക്കലും വരില്ല. ഒരിക്കലും വരില്ല. എന്റെ ആ സങ്കല്പങ്ങൾ ആകെ തെറ്റിച്ചൊരമ്മയാ ഇപ്പൊ എന്റെ മുന്നിലുള്ളത്. സമ്മതിച്ചു, എന്റെ മുന്നിൽ നിൽക്കുന്നത് സാക്ഷാൽ തൃച്ചംബരത്തെ അഖിലാണ്ടേശ്വരി തന്നെയാ. ഇതാണ് അഖിലാണ്ടേശ്വരിയുടെ ഭാവം. സമൂഹ മധ്യത്തിൽ മഹേശ്വരി, നാട്ടിലെ പഞ്ചപാവങ്ങൾക്ക് അന്നപൂർണേശ്വരി, മകനായി എനിക്ക് സംഹാരമൂർത്തി. ആനന്ദ്, കൈവിട്ടായതവും വാവിട്ട വാക്കുകളും തിരിച്ചെടുക്കാനാവില്ല. നീ അത് ഓർക്കണം. അറിയാം, അറിഞ്ഞുകൊണ്ട് തന്നെയാ സംസാരിക്കുന്നത്. ഇടയ്ക്ക് കയറി ന്യായീകരണമായിട്ട് വരരുത്. നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞു പോയാ പിന്നീട് ഞാൻ വിതുമ്പിപ്പോവും. കാരണം ശിവരാമകൃഷ്ണൻ എന്നെന്റെ പഴയ അച്ഛൻ എന്റെ മനസ്സിലുണ്ട്. എനിക്ക് പറയാനുള്ളത് മുഴുവൻ ഇങ്ങോട്ടോ. ഇപ്പോഴെങ്കിലും ഞാനത് പറഞ്ഞില്ലെങ്കിൽ പൊട്ടിത്തെറിച്ചു പോവും. ആനന്ദ്, പറയട്ടെ, മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ. എന്നെ എന്റെ ഭാര്യയെ അപമാനിച്ച് പടിയിറക്കി വിട്ട ശേഷം അച്ഛന്റെ അഭ്യർത്ഥന മാനിച്ച ശത്രുവായി മാറിയെങ്കിലും അമ്മയെ ദൂരെ നിന്നെങ്കിലും കാണാലോ എന്ന് കരുതി ദൂരേക്കെങ്ങും പോവാതെ ആ പഴയ തൃച്ചംബരത്തിനടുത്ത് ഔട്ട് ഹൗസിൽ ഞാൻ താമസിച്ചത്. പിന്നീട് അനുഭവിച്ച അപമാനങ്ങളും വേദനകളും ഒക്കെ ഞാൻ മറക്കുന്നു. ഇവള് ഗർഭിണിയാണെന്നറിഞ്ഞപ്പോ ആ ഔട്ട് ഹൗസിലേക്ക് വന്ന് ഞങ്ങളെ കാല് പിടിച്ച് ഈ വീട്ടിലേക്ക് ആനയിച്ച് എഴുന്നള്ളിക്കാൻ വെമ്പൽ കാണിച്ചപ്പോഴേ ഞാൻ മനസ്സിലാക്കി ഇതിലെന്തോ ചതിയുണ്ടെന്ന്. എന്തായാലും ഞങ്ങളിൽ ആരെങ്കിലും ഒരാളെ ഇല്ലാതാക്കുന്നതിന് മുമ്പ് തന്നെ ആ ലക്ഷ്യം മറനീക്കി പുറത്തു വന്നു. കഴിഞ്ഞ ദിവസം ഒരു ബോധക്ഷയം അതിഗംഭീരമായി അഭിനയിച്ച് തകർത്തപ്പോഴേ ഞാൻ സംശയിച്ചിരുന്നത് അരങ്ങ് തകർത്ത് ആടിക്കൊണ്ടിരിക്കുന്ന ഈ നാടകത്തിന് തിരശീല വീഴുമെന്ന്.